നമുക്കിനി എന്തായാലും യെസ്. അത്രയും നമ്മൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ ഇത്തരം രോഗങ്ങൾ വരാനുള്ള കാരണമായിട്ടുണ്ട്. യെസ്. വളരെ ഞാൻ ഈ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വിമർശനമുണ്ട്. അതായത് ഹോമിയോ അത്ര പോരാ, ഹോമിയോ ഒന്നും കൊള്ളത്തില്ല, ഹോമിയോയിലൊന്നും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഇത്രയും കാലമായി വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഹോമിയോയെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ക്ലിനിക്കുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ആൾക്കാർ എന്നെ വെയിറ്റ് ചെയ്യാണ്, എന്നെ പെട്ടെന്ന് വിട്ടേക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഒക്കെ ശരിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ പിന്നെയും ഈ ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? ആരോഗ്യരംഗത്ത് എല്ലാ കാലത്തും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിമർശനങ്ങളെല്ലാം നമ്മൾ വളരെ ആരോഗ്യകരമായിട്ട് തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിലേക്ക് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തിച്ചേരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോമിയോപ്പതിക്ക് അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള ആ ചികിത്സാ രീതിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ രോഗിയെ വ്യക്തിപരമായിട്ട് അറിയാനും ചികിത്സിക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ഇപ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഹോമിയോ ഡോക്ടർമാരെടുത്ത് പോയി കഴിഞ്ഞാൽ എന്തിനാണ് ഒരുപാട് ചോദിക്കുന്നത്. അപ്പം ഹോമിയോപ്പതി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിഗതമായി ഒരു വ്യക്തിക്ക് ഒരു മരുന്ന് എന്നുള്ള രീതിക്ക് ആ ഒരു മരുന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു മരുന്ന് കണ്ടെത്തുകയും അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് അവർ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവർ പേഴ്സണലായിട്ടും ഒരു ഡോക്ടറെ അടുത്ത് കൂടുതലായിട്ടും കുറച്ചുകൂടെ മാനസികമായി അടുക്കാനും അവർക്ക് ഒരു വ്യക്തിപരമായ ഡോക്ടർ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് അതുപോലെ ആവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിയന്ത്രണങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഒരു ഹോമിയോ ഡോക്ടർക്ക് സമയമുണ്ട്, സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നുണ്ട്. അതാണ് ഹോമിയോപ്പതിയുടെ